Pressure of an ideal gas. +1 യൂണിറ്റ് 13 കൈനറ്റിക് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ക്യൂബ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഐഡിയൽ ഗ്യാസ് എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ കൈനറ്റിക് തിയറി അനുസരിച്ച് ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. അതുപോലെ ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗ്യാസ് മോളിക്യൂൾ ആണ്. അതിൻ്റെ വെലോസിറ്റി Vx, Vy, Vz ആണ്. ഇത് നേരെ ട്രാവൽ ചെയ്ത് ക്യൂബിൻ്റെ വാളിൽ ചെന്നിടിക്കുന്നു. ഇലാസ്റ്റിക് കൊളിഷൻ ആണ്, അതുകൊണ്ട് തിരിച്ച് അതേ വെലോസിറ്റിയിൽ അത് റീട്രേസ് ചെയ്യും. അപ്പം അതിൻ്റെ വെലോസിറ്റി, പുതിയ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -Vx, Vy, Vz ആണ്. അപ്പം ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ് m ആണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് mvx ആണ്. ആഫ്റ്റർ കൊളിഷന് ശേഷം -mvx, കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽസ് -2mvx. അപ്പോൾ ഇതാണ് ആ മോളിക്യൂളിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതേസമയം മോളിക്യൂൾ വാളിലേക്ക് കൊടുക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് +2mvx ആണ്, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച്. അപ്പോൾ ഒരു മോളിക്യൂൾ വന്ന് ഈ ഭിത്തിയിൽ ഇടിച്ചു കഴിയുമ്പോൾ ആ ഭിത്തിക്ക് കിട്ടുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് +2mvx ആണ്. നമുക്കറിയാം അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു മോളിക്യൂൾ അല്ല ഉള്ളത്, ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് അവിടെ കൊളൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇപ്പം ∆t ടൈമിലാണ് അവിടെ കൊളിഷൻ നടക്കുന്നത് എങ്കിൽ n മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ട്. യൂണിറ്റ് വോളിയത്തിൽ n മോളിക്യൂൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അവിടെ A ആണെങ്കിൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പോൾ വോളിയം കാണാൻ Vx × ∆t ലെങ്ത് എടുത്തു. അപ്പോൾ Vx ∆t വോളിയത്തിലുള്ള മോളിക്യൂൾസ് ആണ് അവിടെ കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്നിടിക്കുകയല്ല, പകുതി ആളുകൾ അങ്ങോട്ട് ചെന്നിടിക്കുമ്പോൾ പകുതി പേര് തിരിച്ചു വരികയാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് കൊളിഷൻ എന്ന് പറയുന്നത് Vx ∆t by 2 ആണ്. അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് ആണ് അവിടെ കൊളിഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റമാണ് 2mvx. സോ ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദി വാൾ എന്ന് പറയുന്നത് നമുക്ക് Q എന്ന ലെറ്റർ കൊടുക്കാം. ദാറ്റ് ഈസ് ഒരു മോളിക്യൂൾ കൊടുക്കുന്ന മൊമെൻറ്റം 2mvx. അങ്ങനെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ പകുതി പേരെ എടുത്താൽ മതി. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. രണ്ടിടത്തെയും ഹാഫ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഹാഫ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം nmvx² A ∆t. ശരിയല്ലേ? അപ്പം നമുക്ക് ടോട്ടൽ മൊമെൻറ്റം കിട്ടി. മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കാണുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് കാണണമെങ്കിൽ സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? അപ്പോൾ Q/∆t. അപ്പോൾ ടൈം കൊണ്ട് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് തൊട്ട് മുകളിലുള്ള ഇക്വേഷനിൽ ∆t അങ്ങ് പോകും. അപ്പോൾ nmvx² × A. ഫോഴ്സ് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രഷർ ആണല്ലോ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ nmvx² എന്ന് കിട്ടും. അപ്പം പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടി. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് എക്സ് ഡയറക്ഷനിൽ മാത്രം പോകുന്ന മോളിക്യൂൾസിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്, അല്ലേ? Vx² എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ മാത്രം പോകുന്നതാണ്. ഈ ഗ്യാസിനകത്ത് മോളിക്യൂൾസ് 3 ഡയറക്ഷനിൽ പോകും. എക്സ്, വൈ, ഇസഡ് 3 ഡയറക്ഷനിൽ അവർക്ക് വെലോസിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, Vx² എന്ന് പറയുന്നത് തന്നെയാണ് Vy².
that is equal to Vz square. അപ്പോൾ 3 ഡയറക്ഷനിലുള്ള വെലോസിറ്റി സിമിലർ ആണ്. എന്തുകൊണ്ടാണ്? ഇത് ഐസോട്രോപിക് ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്. അപ്പം ആവറേജ് വെലോസിറ്റി വി സ്ക്വയർ ബാർ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഓരോ വെലോസിറ്റിയുടെ സ്ക്വയർ എടുക്കുന്നു, അതിൻ്റെ ആവറേജ് എടുക്കുന്നു. അപ്പം അതിൻ്റെ 1/3 ഈ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നത്. അപ്പം വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി വൈ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു വി സെഡ് സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഓഫ് വി സ്ക്വയർ ബാർ. അപ്പം ഈ വാല്യൂ നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ പി ഇസ് ഈക്വൽ ടു എൻ എം വി എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 1/3 വി സ്ക്വയർ ബാർ ഇസ് ഈക്വൽ ടു 1/3 എൻ എം വി സ്ക്വയർ ബാർ, where v square bar is the average of squares of velocities. N is number of molecules per unit volume. M എന്ന് പറയുന്നത് mass of the gas molecule. V square bar എന്ന് പറയുന്നത് mean of the squared velocity. അപ്പോൾ കണ്ടോ, അവിടെ ഏരിയയോ ടൈമോ വരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്കൽസ് ലോയും നമുക്ക് പാസ്കൽസ് ലോയുടെ ഒരു ഡെറിവേഷൻ ആയിട്ട് എടുക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഗ്യാസ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന പ്രഷർ എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. ഇതാണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ. പി ഇസ് ഈക്വൽ ടു 1/3 എൻ എം വി സ്ക്വയർ ബാർ. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം എഴുതി നോക്കണം. ഇത് എക്സാമിന് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് എഴുതി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് മുഴുവൻ മാർക്കും എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. കൈനറ്റിക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇതും യൂണിറ്റ് 3 അടുത്തൊരു ഡെറിവേഷനാണ് കൈനറ്റിക് എനർജി. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷനിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. Pressure of an ideal gas, P is equal to 1/3 N M V square bar. ഇനി അതിനെ ഞാൻ വോളിയം കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. വാട്ട് ഈസ് പി വി? 1/3 N വി അവിടെ കൊടുക്കുന്നു, എന്നിട്ട് എം വി സ്ക്വയർ ബാർ. ഇവിടെ N ഇൻറ്റു വി എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതിയിട്ടോണം. സ്മാൾ എൻ ഈക്വൽസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. സോ ക്യാപിറ്റൽ എൻ ഈക്വൽസ് സ്മാൾ എൻ ഇൻറ്റു വി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എൻ വിക്ക് പകരം ക്യാപിറ്റൽ എൻ കൊടുക്കാം, എം വി സ്ക്വയർ ബാർ കൊടുക്കുന്നു. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ കണ്ടോ, രണ്ടും പി വിയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ രണ്ടിൻ്റെ റൈറ്റ് സൈഡുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 1/3 എൻ എം വി സ്ക്വയർ ബാർ ഈക്വൽസ് എൻ കെ ബി ടി. രണ്ടിടത്തും എൻ ക്യാൻസൽ ചെയ്യാം. സോ 1/3 എം വി സ്ക്വയർ ഈക്വൽസ് കെ ബി ടി. അപ്പോൾ ഇതിൽ നിന്ന് എം വി സ്ക്വയർ എഴുതുന്നു. എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 കെ ബി ടി. ഇനി ഞാൻ ഹാഫ് എം വി സ്ക്വയർ ആക്കുകയാണ്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി. ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജി ആണല്ലോ. സോ kinetic energy is equal to 3/2 kBT.
ഇതാണ് നമ്മുടെ കൈനറ്റിക് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് കൈനറ്റിക് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് പ്രഷറിന്റെ ഇക്വേഷൻ ഓർമ്മ വേണം, അതിൽ നിന്ന് പി വി എടുക്കണം. അപ്പൊ പി വിയുടെ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സിക്കൽ ടു എൻ കെ ബി ടി ഓർമ്മ വേണം, അത് ഇക്വേഷൻ നമ്പർ 2. രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് എം വി സ്ക്വയർ എടുക്കുന്നു, അതിനെ ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കിട്ടും. That is kinetic energy of an ideal gas is equal to 3/2 kBT. Root mean square velocity or RMS velocity of gas molecule. ഇത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് 3/2 kBT ആണ്. ഇനി എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ഇവിടെ വി സ്ക്വയർ ബാർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ വി സ്ക്വയർ ബാർ ഹാഫ് എം വി സ്ക്വയർ ബാർ ഈക്വൽസ് 3/2 kBT. രണ്ടിടത്തെ ഹാഫ് നമ്മൾ ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ എം വി സ്ക്വയർ ബാർ ഈക്വൽസ് 3 kBT. സോ വി സ്ക്വയർ ബാർ ഈക്വൽസ് 3 kBT ഡിവൈഡഡ് ബൈ എം. ഇപ്പൊ കണ്ടോ, സ്ക്വയർഡ് വെലോസിറ്റി, ആവറേജ് സ്ക്വയർഡ് വെലോസിറ്റി നമുക്ക് കിട്ടി. അതിന്റെ റൂട്ട് എടുത്താൽ അതിനെയാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ സ്ക്വയർ എടുക്കുന്നു, മീൻ എടുക്കുന്നു, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതിന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് RMS വെലോസിറ്റി ഓർ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ വി സ്ക്വയർ ബാറിന് റൂട്ട് കൊടുത്തു, ഈക്വൽ ടു റൂട്ട് ഓഫ് 3 kBT by m. This is RMS velocity. അപ്പോൾ നമുക്ക് എഴുതാം VRMS is equal to root of 3 kBT by m. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂളിന്റെ മാസ് ആണ്. അപ്പോൾ കണ്ടോ, RMS വെലോസിറ്റി ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെയും മാസിനെയും. ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, അതുപോലെ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ലൈറ്റർ ഗ്യാസ് മോളിക്യൂൾസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. അത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഹൈഡ്രജനും നൈട്രജനും ഒക്കെ ഇൻക്ലൂസ് ചെയ്തിരിക്കുന്നു. ഏത് ഗ്യാസ് മോളിക്യൂൾ ആണ് കൂടുതൽ സ്പീഡിൽ പോകുന്നത്? അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഏറ്റവും ലൈറ്റർ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആയിരിക്കും RMS സ്പീഡ് കൂടുതൽ.